എല്ലാവർക്കും വിദേശ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോണത് കയാക്കിങ്ങിനാണ്. അപ്പൊ ഈ കയാക്കിങ് നമുക്ക് എപ്പോഴും ചെയ്യണം എന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ വിന്റേഴ്സ് ആയതുകൊണ്ടൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇത് എന്തായാലും ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ക്ലിയർ ബോട്ട് കയാക്കാണ്. അത് പറഞ്ഞാൽ നമ്മൾ ഈ ബോട്ട് ത്രൂ തന്നെ നമുക്ക് എല്ലാ സീ ക്രിയേച്ചേഴ്സും സറൗണ്ടിങ്ങിലും ഇതൊക്കെ കാണാം. ഒരു ട്രാൻസ്പെറൻറ്റ് വ്യൂ ആണ്. പിന്നെ ക്രിയേച്ചേഴ്സ് പറഞ്ഞാൽ എന്താ കൂടുതൽ കാണാന്ന് പറഞ്ഞാൽ അത് കാണാം. പിന്നെ ചിലപ്പോൾ ഡോൾഫിൻസും ടേർട്ടിൽസും ചിലപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എക്സൈറ്റഡ് ആണോ? ഞാനൊക്കെയാണ് എക്സൈറ്റഡ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പോയി എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പോയി ഒരുമിച്ച് പോയി നോക്കിയിട്ട് വരാം. ഈ റോഡിൽ വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പുറം ഇപ്പുറം നല്ല ഗ്രീനറി ആയിരുന്നു. അപ്പോൾ നല്ല പച്ചപ്പൊക്കെ കണ്ട് വണ്ടി ഓടിച്ച് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇതേ വീടുകളൊക്കെ കണ്ടു തുടങ്ങി. പിന്നെ എന്താ ഇവിടെ എല്ലാ വീടിനും മുന്നിലും ഒരു ബോട്ട് ഉണ്ടാവും. കാരണം ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ മെയിൻ പ്ലേസ് ആണല്ലോ. അങ്ങനെ നമ്മൾ എത്തി. ഇതാണ് കേട്ടോ കയാക്സ്. നമ്മൾ പക്ഷേ ബുക്ക് ചെയ്തേക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ വേഗം ഉള്ളിൽ പോയിട്ട് അവരോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കയാക്ക് എവിടെയാണ്. അപ്പോഴാണ് മനസ്സിലായത് പണി പാളി. അങ്ങനെ കഷ്ടമായി പോയിട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ശരിയല്ല എന്നവർ പറയണത്. ഭയങ്കര വിൻഡി ആകുമ്പോൾ അവർ പിന്നെ നോട്ട് സേഫ് ഫോർ കയാക്കിങ്. അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക ഇപ്പോൾ എല്ലാ ടൂർസും. അപ്പോൾ ഇപ്രാവശ്യം പറ്റിയിട്ടില്ല കയാക്കിങ് ചെയ്യാൻ. ആദ്യം അവർ പറഞ്ഞു ചെയ്യും, പക്ഷേ പിന്നെ ക്യാൻസൽ ചെയ്ത്. ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ വന്നിട്ട് എക്സൈറ്റ്മെൻറ്റൊക്കെ പോയി. പക്ഷെ എന്നാലും നമുക്ക് പിന്നെയും മയാമിയിൽ നോക്കാമെന്ന് പറയണല്ലേ. അവിടെ പോയി നോക്കാം. അവിടെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് സ്റ്റിൽ പെൻഡിങ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു ടുവേർഡ്സ് മയാമി. ഞാൻ അവിടെ പോയിട്ട് നോക്കാം. അങ്ങനെ ഈ ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിൽ കയറി നല്ലോണം കഴിച്ചു. ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പ്ലീസ് കാണണേ. അങ്ങനെ നമ്മളിത് ഇപ്പോൾ വിയറ്റ്നാമീസിൻ്റെ ക്വിസിൻ കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ മഴ ചാറി തുടങ്ങി. അപ്പോൾ ഇതാവല്ലേ അവരൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഏർലി മോർണിംഗ് ടൂർസ് ഉണ്ടായിരുന്നു അത്രേ. നമ്മൾ പോയ സമയമായപ്പോഴേക്കും ഭയങ്കര വിൻഡ് ആയതുകൊണ്ട് അവരൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് അല്ലാതും ഫുൾ സ്റ്റോപ്പ് ആയിട്ടോ. പക്ഷെ മാമി പോയിട്ട് ഞങ്ങൾ കാണാം കാക്കിംഗ് ഉണ്ടോന്ന്. അപ്പൊ നമുക്ക് വേഗം മഴ തുടങ്ങിയപ്പോ വേഗം ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തിട്ട് ഹോട്ടലിലെത്താം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യണ മുന്നേ നമ്മളിതാ ഇങ്ങനെ പറന്നും പറപ്പിച്ചും കുറച്ച് സമയമൊക്കെ ഇവിടെ ചിലവാക്കി. അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ഡേ അധികം പ്രൊഡക്റ്റീവ് ആയില്ലല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് മാറി. ഇത് കണ്ടോ, മുകളിൽ മഴക്കാർ മാത്രമല്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ലോണം മഴ സ്റ്റാർട്ടായി. നമ്മൾ വേഗം പെട്രോൾ നിറച്ച് ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു. ഇത് കണ്ടോ, ടൂ വീലർ ഇവിടെ വളരെ കുറവാട്ടോ ഇങ്ങനെ ടൂ വീലേഴ്സ് കാണാം, അതും മഴയത്ത്. അങ്ങനെ ഫൈനലി മഴയത്തൊക്കെ വണ്ടി ഓടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്റ്റോപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ മയാമി എത്തി. ഓർലാൻഡോന്ന് മയാമി ഓൾമോസ്റ്റ് 5.5 hours ഡ്രൈവ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെയും മഴ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇവിടെ ഒന്നും മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഡയറക്റ്റ് ഹോട്ടലിലേക്കാണ് പോയത് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. ഹോട്ടൽ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ഇൻ പ്രോസസ്സ് ഭയങ്കര സിമ്പിളായിരുന്നു. വേഗം തന്നെ നമുക്ക് നമ്മുടെ കീ കിട്ടി. അങ്ങനെ ഓൾമോസ്റ്റ് 5.5 hours ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഫൈനലി ഹോട്ടലെത്തി. അത് തന്നെ ഭയങ്കര ലോങ് ഡ്രൈവ് ആയിരുന്നു. വണ്ടിയിൽ ഇരുന്നിരുന്ന് മതിയായി. ഇനി ജസ്റ്റ് ഹോട്ടൽ റൂമിൽ പോവാ, റെസ്റ്റ് എടുക്കുക. പിന്നെ ബാക്കി നാളെ നമുക്ക് കാണാം. നാളെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകണ്ടല്ലേ. ഇനി ബാക്കി അപ്പോൾ നമ്മൾ ഫൈനലി മയാമി എത്തി. ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇനി അപ്കമിങ് വീഡിയോസിൽ കാണാം. അപ്പോൾ ഇനി ജസ്റ്റ് പോവാ, റെസ്റ്റ് എടുക്കുക. നാളെ കാണാം. ബൈ.